ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എന്ന് കരുതുന്ന നെയ്ബർ സോളമൻ അടാട്ടാണ്. സ്വന്തക്കാരെന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ സ്പിരിച്വൽ ചാനലിൽ സംസാരിക്കുന്ന പോലെയാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ഇന്ന് രണ്ടാം ഓണമാണ്. ഇന്ന് 3 ചാനലിലെയും പ്രോഗ്രാം ക്രോഡീകരിച്ചുകൊണ്ട് എങ്ങനെ ഒരു ചാനലിലേക്ക് എത്താം എന്ന ഒരു കാര്യം കൂടിയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ വീട് അടാട്ടാണ്. ഇതിൽ കാണുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഒരു വചനം ഞാൻ എടുക്കുന്നുണ്ട്. ആ ഒരു വചനത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. എനിക്ക് ഇന്ന് എടുത്തപ്പ് കിട്ടിയ വചനം, നമ്മൾ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് പറയും. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആരെയുള്ളതെന്നുണ്ടെങ്കിൽ അവർ സ്നേഹിക്കണം എന്നാ ഒരു ചെറിയൊരു കാര്യം. നമ്മളവരെ സ്നേഹിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? അത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാവും. അപ്പോൾ വചനം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ കോമഡി ചാനലിൽ പറയുന്ന പോലെ ദൈവം അല്ലെങ്കിൽ യേശു എൻ്റെ പിന്നിലുണ്ട് അന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, നമ്മൾ അയൽക്കാരെ സ്നേഹിക്കണം. അപ്പം അദ്ദേഹവും മനുഷ്യനായിരുന്നു. അദ്ദേഹം നടന്നു പോകുമ്പോൾ അന്നും ചിലപ്പോൾ അതൊരു തർക്കമൊക്കെ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് എഴുതിയിട്ടുള്ളത് മറ്റ് സ്ലീഹന്മാരാണ്. ഈ സ്ലീഹന്മാരാണ് ഇതെല്ലാം എഴുതി വച്ചിട്ടുള്ളത് ബൈബിളിൽ. ഞാൻ സ്പിരിച്വൽ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ ഒരു ഫാദർ സോളമൻ കടമ്പാട്ട് ദർശന ക്ലബിൻ്റെ സ്പിരിച്വൽ ഫാദർ കൂടിയാണ്, എൻ്റെയും സ്പിരിച്വൽ ഫാദറാണ്. സോളമൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത്, അത് ദൈവത്തിന് ഇഷ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ബൈബിളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേണം പറയാൻ. സ്പിരിച്വലിൽ പറയുമ്പോഴും കോമഡിയിൽ പറയുമ്പോഴും യാത്രയിൽ പറയുമ്പോഴും അത് മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന രീതിയിൽ വേണം നമ്മൾ അത് പറയുവാൻ. എന്നാലാണ് അത് മറ്റുള്ളവരിലേക്ക് തൻ്റെ സന്ദേശം എത്തുകയുള്ളൂ. ഇപ്പം യേശു തന്നെ എപ്പോഴും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈബിളിൽ ഉപമകളിലൂടെയാണ് സംസാരിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് സാധാരണ മനുഷ്യർക്ക് അറിയാവുന്ന ഭാഷയിലാണ് ഉപമകൾ പറഞ്ഞിട്ടുള്ളത്. എത്ര ഹൈ ലെവലിലുള്ള ആളായാലും എത്ര ലോ ലെവലിലുള്ള ആളായാലും ഈ ഉപമകൾ അവർക്കെന്നും ഉപകരിക്കണം. അതാണ് ബൈബിളിൻ്റെ എക്കാലത്തെയും പ്രസക്തി. പല വേർഷനുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഉപമ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സിമ്പിളായിട്ട് പറയാം. ആർക്കും വേണേൽ പറയാം, അൽമാർക്കും പറയാം, വൈദികരിക്കും പറയാം. നമ്മളെ പോലെ ജീവിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഞാൻ പറയുമ്പോൾ എന്നെ പോലെയാവും. കാരണം നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും നമ്മൾ ഞാൻ പല അവസ്ഥയിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. മദ്യപിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളൊക്കെ തേടി ചെന്നപ്പോൾ നമ്മൾ മറ്റൊരാളെ സഹായിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. കമ്പനിയിൽ എൻ്റെ ഒരു കൂട്ടുകാരന് കുറേ പണം കൊടുത്തു, അത് തിരിച്ചു കിട്ടിയില്ല. അതിനെ തുടർന്ന് കമ്പനിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ സ്ഥലം കിട്ടിയില്ല.
അപ്പോൾ അവർ നോക്കുമ്പോൾ എന്നിൽ കണ്ടത് ചിലപ്പോൾ മദ്യത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥയായിരിക്കാം. എനിക്ക് ഒപ്പിട്ട് തന്നില്ല. പിന്നീട് ഞാൻ വീണ്ടും ഇവിടെ നിന്ന് പോയി പുനർജീവൻ എന്ന സ്ഥലത്ത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് കൂടെ കടന്നു വരുന്നത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. എന്നാലും എന്നെ അറിയുന്ന അടാട്ട് നിവാസികൾക്ക് അറിയാവാനും അതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ഒരു പാഠമാകുവാനും, അത് ഞാൻ എന്നിൽ നിന്ന് പഠിച്ചൊരു കാര്യം. ഇപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല എങ്കിലും നമുക്ക് ജീവിക്കണം. ഞാൻ മദ്യപിച്ചിരുന്ന ഒരാളാണ്. മദ്യപാനം എനിക്ക് തോന്നിയത് മദ്യപാനം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നവർ പുകവലിക്ക് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തെ പോലെ ആവും എന്നെനിക്ക് തോന്നിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ക്രൂഷ്യൽ പോയിന്റ് കൂടെ ഞാൻ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. താടി വെച്ചിട്ടില്ല. ഈ അടുത്തൊക്കെയാണ് ചിരിക്കാൻ തുടങ്ങിയത്. കാരണം ഞാൻ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് തന്നെ എന്നോട് വിഷമം തോന്നിച്ച ഒരു ഘട്ടമുണ്ടായി. അപ്പോൾ ഞാനിനി എൻ്റെ വീട്ടിലെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. വീട് മൊത്തം ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഈ 3 ചാനൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളമൻ അടാട്ടിനെ വിലയിരുത്താവുന്നതാണ് നിങ്ങൾക്ക്. സോളമൻ എന്താണ് ഏതാണ്. അപ്പോൾ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ എന്തെന്നാ പറയുക, ഒരു അവിവാഹിതനാണ്. വിവാഹം ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഇപ്പോൾ എന്നോടൊരു സ്നേഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ബന്ധപ്പെടണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതം ഒന്നേ ഉള്ളൂ. ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം വിചാരിക്കാറുണ്ട്, ഈ വയസ്സായിട്ടുള്ള ആൾക്കാർ ആത്മീയതയിലേക്ക് വരുമ്പോൾ ഞാനും വിചാരിച്ചു കുറേ കുടിച്ച് നടന്നിട്ട് അവസാനം നമുക്ക് പറയാലോ ഞാനിങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താടി വെച്ചിട്ട് വരണിട്ട് നല്ലത് യൂത്തിൽ തന്നെ, നമ്മളെ യുവത്വത്തിൽ തന്നെ ദൈവത്തെ അറിയുക, ദൈവത്തെ മനസ്സിലാക്കുക. അങ്ങനെ ഒരാൾ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട്, നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകാനാണ് പറഞ്ഞിട്ടുള്ളത്. നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ടോട്ടൽ A to Z. ഇപ്പം എൻ്റെ വണ്ടിയുടെ നമ്പർ തന്നെ അതാണ്. ഞാൻ വിഷയത്തിൽ നിന്നും മാറുന്നില്ല. കാരണം നമ്മൾ നാളെ നന്നാവും. ലോട്ടറി പറയുന്ന പോലെ നമുക്ക് നന്നാവാൻ പറ്റില്ല. ഇന്ന് ജീവിച്ചിരിക്കുക, ഇന്ന് നന്നാവുക എന്നൊരു ആപ്തവാക്യം ഞങ്ങൾ പുനർജീവനിൽ പറയുന്ന പോലെ, പുനർജീവനിൽ പ്രത്യേകം പറയാറുണ്ട്, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അതായത് പ്രവർത്തനമില്ലാതെ പ്രാർത്ഥന നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കരുണയാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ബലിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ എൻ്റെ വ്യാഖ്യാനം കൊടുക്കുകയാണ്. നമ്മൾ ടോക്ക് മാത്രമായിട്ട് കാര്യമില്ല. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടോ നമ്മൾ പല പ്രാസംഗികരും ഞാൻ കണ്ടിട്ടുണ്ട്, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നമ്മൾ കരുണ ചെയ്യണം, സ്നേഹമാണ്, മറ്റേതാണ്, ആനയാണ്, കുതിരയാണെന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ ഇവരൊന്നും ജീവിതത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അവരെ ടോക്ക് മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ആവരുത്. ഇപ്പം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയണം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയണം, അങ്ങനെ ആവരുത്. നമ്മൾ ഒരു സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സഹവർത്തിത്തോടു കൂടി എല്ലാവരെയും സ്വന്തം എന്ന് കണക്കാക്കണ പോലെ, നമ്മളിപ്പോൾ സ്വർഗസ്വനായ പിതാവ് ചൊല്ലുന്ന പോലെ തന്നെ ഞാനത് ഒന്നുകൂടി ചൊല്ലുകയാണ്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഇതുവരെ പറഞ്ഞത് കറക്റ്റല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അല്ല, സ്വർഗത്തിലേതുപോലെ ഭൂമിയിലാവണം. അതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
സ്വർഗത്തിലേതുപോലെ ഭൂമിയിലാവുക എന്ന് പറയുമ്പോൾ നമ്മളത് ചോദിക്കണം, നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. അന്നു വേണ്ടുന്ന ആഹാരം തെറ്റിയിട്ടുണ്ടോ? ഇല്ല. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം, അന്നാന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമ്മൾ വേറെ അവരിവരും വെട്ടിപ്പിടിച്ചിട്ടോ കൊന്നിട്ടോ ഉള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിന് ചിലർ പോലെ പലിശയ്ക്ക് കൊടുത്തിട്ടൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ വെട്ടുപലിശ മേടിക്കുക, കുറേ കൊള്ളപ്പലിശ മേടിക്കുക, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാം. ഒരു സഹാനുഭൂതി പല ഈ ചുങ്കക്കാരും നമ്മൾ അങ്ങയുടെ വിഷയത്തിലേക്ക് പോകുന്നില്ല. അന്നൊന്നും വേണ്ടുന്ന ആഹാരം നമ്മൾ കഴിക്കുക. ആകാശത്തിലെ പറവകൾ നോക്കൂ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവർ കളപ്പുരയിലൊന്നും സൂക്ഷിക്കണില്ല, അവർ പണിയെടുക്കാണ്ടിരിക്കുന്നില്ല. അവർ പറന്നു പോയിട്ട് വേണം ഇതെല്ലാതും ശേഖരിച്ചു വരാൻ. അപ്പോൾ എവിടെയാണോ ആ ധാന്യം മണി ഇരിക്കുന്നത് എന്നുള്ളത് ആ പക്ഷികൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. നീ പോയിട്ട് അത് ഭക്ഷിച്ചു പോവാ. കാലത്ത് എണീക്കുന്നു. ഞാനിപ്പോൾ അയിനിക്കാടൊക്കെ പോകുമ്പോൾ കാണാം രണ്ടകൾ ഇങ്ങനെ മുകളിൽ കൂടെ പോകണമാണ്, കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പോകണം. അത് നോക്കുമ്പോൾ എൻ്റെ അപ്പനൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അവരിങ്ങനെ കൂട്ടായിട്ട് അങ്ങനെ പോകണമെന്ന് കഴിഞ്ഞാൽ അപ്പം പറയും. അപ്പം ആരോടും അങ്ങനെ സംസാരിക്കാറില്ല, പക്ഷെ എന്നോട് വളരെ ഇഷ്ടമായിരുന്നു, അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും. അപ്പം ഞാൻ കഥകൾ ചെറുപ്പത്തിൽ കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആൾ പറയും ഇങ്ങനെ രണ്ടകൾ ഇങ്ങനെ പോകണം, അവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവർ ഭക്ഷണം തേടി പോകണം. അപ്പോൾ അവർ വീട്ടിലിരിക്കല്ല, അവരെന്താ ചെയ്യണേ, ഒരു ഭക്ഷണം തേടി പോവുക. ചിലപ്പോൾ അവരെ കുട്ടികളുണ്ടാവും, അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കണം. അവരാരും വെറുതെ ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വിഷയം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വ്യാഖ്യാനിക്കുന്നത് പല വിധത്തിൽ വ്യാഖ്യാനമുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ശൈലിയിൽ വ്യാഖ്യാനിച്ചെന്ന് മാത്രം. വേറെ ആരും ഒന്നും വിചാരിക്കരുത്. ഇനിയിപ്പോൾ വിചാരങ്ങൾ അവരവരുടെ രീതിയിൽ വിചാരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെ പോണത്. ഞാൻ വിചാരിക്കുന്ന പോലെ, ഞാൻ പറയണ പോലെ നിങ്ങൾ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കില്ല. കാരണം ഞാൻ വിചാരിക്കണ പോലെ എനിക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വലിയൊരു സംഭവമാണ്, പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു സംഭവമല്ല. പക്ഷെ മറ്റൊരാൾ വിചാരിക്കുന്നത് സോളമൻ ഭയങ്കര സംഭവമല്ലേ ആയിരിക്കാം അയാളുടെ വിചാരം. അപ്പം എല്ലാവരെയും നമ്മളിങ്ങനെ വന്നിട്ട് വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രമാത്രം വിനീതനാവാനെ പറഞ്ഞില്ല. എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. ഞാൻ എൻ്റെ ഇതെടുത്തിട്ട് പറയണില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ചെറിയൊരു പ്രോഗ്രാമും കൂടി വേറെ ഉണ്ട് ഇന്ന്. അപ്പോൾ ഈ ടോക്കുകൾ നിങ്ങളിലേക്ക് പറഞ്ഞത് എൻ്റെ വിഷയം തന്നെയാണ്. അതായത് ഉപമകളിലൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പക്ഷികൾ, ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു പക്ഷികളെ വളർത്തുന്നുണ്ട്. അതിന് ചിലപ്പോൾ തന്നെയൊന്നും കിട്ടിയില്ലെങ്കിൽ അത് കിടന്ന് ഓളിടും. നീ എന്നെ കൂട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് ചീത്ത പറഞ്ഞിട്ടുള്ളതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ കൊറോണ കാലത്ത് ഇവരങ്ങോട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആകെ തെറി വിളിച്ച് പറയണ പോലെയാണ്. അതിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് പറയുന്നില്ല. അപ്പോൾ അത് ഞാൻ പൊതുവെ ഈ 3 കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഇത്ര നാളും തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലം പോരാതെ വരും. നമ്മൾ കിണറ്റിൻകരയിലെ പെണ്ണുങ്ങളിരുന്ന് വർത്താനം പറയുമ്പോൾ ലാസ്റ്റ് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, നീളും ബാക്കി ഞാൻ പിന്നെ പറയട്ടാ. കാരണം ഇതിനെ പറഞ്ഞ് അവസാനിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ തന്നെയാണ് ജീവിതം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് ജീവിതം. ആ സംസാരം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറുനാവ്, ഈ നാവിൻ്റെ അത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാവിനില്ലാത്തതാണ്. അതുകൊണ്ട് എന്തും പറയാൻ പാടില്ല. അപ്പോൾ അതൊന്നും ചിലപ്പോൾ നമുക്ക് ദൈവത്തിന് ഇഷ്ടാവില്ല എന്ന് തോന്നാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇതാവും. എനിക്ക് വാച്ച് ഓവർ വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഞാൻ അതിന് നിൽക്കണില്ല. കുറേശ്ശെ വാച്ച് ഓവർ കൂടിയാൽ മതി എന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം ഉപമകളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിനി ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന വാക്കുകളിൽ നിന്നോ ഈ വചനങ്ങളിൽ നിന്നോ ഒരാൾ ഏതെങ്കിലും ഒരു വചനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഡി എഡിഷൻ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം അഡാട്ടിൽ നിന്ന് തന്നെ ഒരു 3-4 പേരെ കൊണ്ടുപോയിട്ട് നമുക്ക് അവരുടെ
ജീവൻ രക്ഷിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ഞാനൊരു കൃതാജ്ഞനാണ്. കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത് ഞാനാണ്. അവാർഡുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. രാത്രി 2 മണിക്കും 3 മണിക്കും നമ്മൾ ഇടതടവില്ലാതെ ഓടുകയായിരുന്നു. കാരണം നമുക്കൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ആ സമയത്താവും. ഞാൻ എൻ്റെ പേപ്പൻ്റെ കുട്ടികളോട്, എൻ്റെ ബ്രദറുടെ ജോഷിയുടെ കുട്ടികളോട് പറയാറുണ്ട്, പേപ്പൻ അവിടെ നിന്ന് എണീറ്റില്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കുക, ആ പേപ്പനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുക. ആ പള്ളിയിൽ ഇവിടുന്ന് ഏകദേശം പോയി കഴിഞ്ഞാൽ ഇവിടെ പുറനാട്ടിലെ പള്ളിയിൽ അവിടെ എവിടെ ഓടിയാലും നമ്മൾ ഓർത്തിലെത്തില്ല, ആ പള്ളി വരെ എത്തുള്ളൂ. ചിലർ പറയും ഞങ്ങൾ ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി, ലണ്ടൻ പോയി, ഇവിടെയൊക്കെ പോയാലും നമ്മൾ ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒരു 6 അടി 4 അടി മണ്ണിൽ അവിടെ സെറ്റാവും. അപ്പോൾ അതിനിട്ട് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് പുനർജീവൻ എന്ന മാത്യൂസ് ബ്രദർ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ബ്രദേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കുറേ പറയേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബോധ്യപ്പെടുത്താനുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ മനസ്സിൽ നിന്നും തോന്നുകയാണ് മദ്യം ഞാൻ ഉപേക്ഷിച്ചു, ഇനി ഞാൻ കഴിക്കില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തീരുമാനിച്ചാൽ നമുക്കത് നിർത്താൻ കഴിയും. അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്, സോളമൻ അഡാട്ട്. മദ്യപിച്ചാലും ഇല്ലെങ്കിലും വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. നമുക്ക് തലയ്ക്കൊരു എന്തുണ്ടാവുക, ഒരു ഫിറ്റായി സുഖമായി എന്ന് വിചാരിക്കും. സ്മോൾ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കഴിക്കുമ്പോൾ പറയാറുള്ളത്, ഒരു ബീർ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നോട് പറയാറുണ്ട്, ഞാനിങ്ങനെ മാറി നിൽക്കും, ഞാൻ കഴിക്കില്ല ചേട്ടാന്ന് പറയും. നീ അങ്ങനെ വലിയ അന്തോണിസ് പുണ്യാളൊന്നും ആവണ്ടേ, നീ ഒരു എന്നെ കഴിച്ചേ. ബ്രദറാണെങ്കിലും പറയും, നീ ഒരെണ്ണം കഴിച്ചേ. എൻ്റെ അപ്പനൊക്കെ ഇങ്ങനെ ഞങ്ങളെല്ലാ പെരുന്നാൾക്കും ക്രിസ്മസിനും ഓണത്തിനും മേടിക്കും, അത് അല്ലാതെ ഞങ്ങൾ മേടിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. അപ്പോൾ പറയുന്നത്, നീ ഒരെണ്ണം കഴിച്ചോ, നീ ഇങ്ങനെ പുണ്യാളായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നീയല്ല ഇപ്പോൾ നീ പുണ്യാളൻ. അങ്ങനെ തുടങ്ങിയ കൂടി വലിയ വിഷയങ്ങളിലേക്ക് എത്തിച്ചു, എൻ്റെ ജീവിതം ഇവിടെ വരെ എത്തിച്ചു. അപ്പോൾ ഇനിയും ഒരു എന്തെന്ന് പറയാ, നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഒരു ജീവിത പങ്കാളിയെ, ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഇതിൽ പറയണ പോലെ ഇണയെ സൃഷ്ടിച്ചു എന്ന് പറയണ പോലെ, അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരാളെ കിട്ടിയാൽ മതി എന്ന ഒരു വാശിപ്പുറത്ത് തന്നെയായിരുന്നു ഞാനും. അപ്പം അതിൻ്റെ തരം പോലെ നടക്കട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ്, നമ്മളിത് കഴിച്ചിട്ട് ഈ കുടുംബകലഹം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കമ്പനിയിൽ നിന്ന് പോരാൻ തന്നെ കാരണം, ആ കമ്പനിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു 10-20 പേരെങ്കിലും മരിച്ചിട്ടുണ്ടായിരിക്കണം മദ്യം കഴിച്ചിട്ട്. മദ്യപാനത്തിലൂടെ തന്നെ 10-20 പേര് മരിച്ചിട്ടുള്ളത് എനിക്ക് അത്രയ്ക്കും വ്യക്തമാണ്. അപ്പം നമുക്ക് ഒരു സമയത്ത് ഒരാളെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് മാത്രം പറയാണ്. ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആൽക്കഹോൾ ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന ബോർഡ് ഇടയ്ക്ക് വായിക്കണം. ഓണക്കാലമാണ്, ഓരോ ജനറേഷനും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. മദ്യം മാത്രമല്ല, ഒരുപാട് വിപത്തുക്കളിലൂടെയാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ലോകം നന്നാവില്ല എന്ന് എന്നോട് എൻ്റെ കമ്പനിയിലുള്ള ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്. താൻ വിചാരിച്ചുകൊണ്ടൊന്നും ലോകം നന്നാവില്ല എന്നും ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ട് ലോകം നന്നാക്കാൻ ഉദ്ദേശിക്കണമെന്നില്ല. പക്ഷേ ഈ ടോക്ക് കേട്ടിട്ട് ആരെങ്കിലും ഒരാത്മാവ് രക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാനതിൽ സന്തോഷവാനാണ്. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഇപ്പോൾ ആരെങ്കിലും പറയണം മദ്യം നിർത്തണം, എന്നോട് പലരും വിളിച്ച് പറയണം സോളമ അല്ലെങ്കിൽ സോളമേട്ട ഞങ്ങൾക്ക് നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തരാൻ എന്നെ കൊണ്ട് കഴിയും. ഞാനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനർജീവനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. ഉള്ളിൽ നിന്ന് വരണം. ഇനിയിപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ല.
ഓക്കെ, താങ്ക് യു. ഓണക്കാലത്ത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ, എനിക്കിവിടെ നിൽക്കാൻ, ഇങ്ങനെ നിൽക്കാനുള്ള ഒരു പ്രാപ്തി, ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ബലം തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു.